ശിവപുത്രനായ ചാത്തന്റെ കഥ അറിയാമോ? ഒരിക്കൽ പള്ളിവേട്ടയ്ക്ക് ഇറങ്ങിയ ശിവഭഗവാൻ വനത്തിൽ വച്ച് കൂള്ളിവാകയെ കാണുവാൻ ഇടയായി. അവളിൽ ഭ്രമിച്ച മഹാദേവൻ ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ചു. മഹാദേവൻ ഇക്കാര്യം കൂള്ളിവാകയെ അറിയിച്ചു. താൻ വേട്ടയ്ക്ക് പോയി വരുന്നത് വരെ കാത്തിരിക്കുവാനും പറഞ്ഞു. ഇത് കേട്ട് ഭയന്ന് തന്റെ ഇഷ്ടദേവിയായ പാർവതിയെ പ്രാർത്ഥിച്ചു. പാർവതി പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ട എന്നും കൂള്ളിവാക കഴിഞ്ഞ ജന്മത്തിൽ പാർവതി ദേവിയുടെ തോഴി ആയിരുന്നുവെന്നും പറഞ്ഞു. കഴിഞ്ഞ ജന്മത്തിൽ കൂള്ളിവാക പാർവതി അറിയാതെ ബാലഗണേശൻ മുലയൂട്ടി. ഇക്കാര്യം അറിഞ്ഞ പാർവതി ദേവി കൂള്ളിവാകയെ അടുത്ത ജന്മത്തിൽ ചണ്ടാല കുടുംബത്തിൽ ജനിക്കുവാൻ ശപിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് കോപം അടങ്ങിയ പാർവതി അടുത്ത ജന്മത്തിൽ നീ മഹാദേവന്റെ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തുവാൻ ഭാഗ്യം ഉണ്ടാവും എന്നൊരു വരവും നൽകി. ഈ വരത്തിനാലാണ് മഹാദേവൻ പ്രണയം ഉണ്ടായത് എന്ന് ദേവി വെളിപ്പെടുത്തി. പിന്നീട് പാർവതി ദേവി തന്നെ കൂള്ളിവാകയുടെ രൂപം എടുത്ത് മഹാദേവനുമായി ഒന്നായി. അതിൽ 400 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി. ഇതിൽ ഏറ്റവും ഇളയവൻ ആണ് ചാത്ത്. ഈ കുട്ടികളെ കൂള്ളിവാകക്ക് നൽകി. വർഷങ്ങൾക്ക് ശേഷം തന്റെ ശരിയായ മാതാപിതാക്കളെ മനസ്സിലാക്കി അവരെ കാണുവാനായി ചാത്തൻ പോയി. എന്നാൽ കൈലാസത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചപ്പോൾ അകത്ത് കയറാൻ ചാത്തൻ വിഷ്ണു ഭഗവാന്റെ രൂപം സ്വീകരിച്ചു. അങ്ങനെയാണ് വിഷ്ണുമായ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്.